ആദ്യമായി അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. എന്താ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നിങ്ങൾക്കറിയാം. ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഇങ്ങനെയായിരുന്നു. ഫസ്റ്റ് ടൈം നമ്മൾ എഫും കോമൺ ഡിഫറൻസ് ഡിയും ആണെങ്കിൽ, ഫസ്റ്റ് ടൈം എഫും കോമൺ ഡിഫറൻസ് ഡിയും ആണെങ്കിൽ അതിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഇതായിരുന്നു. xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി ആയിരുന്നു അതിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. എഫ് എന്ന് പറയുന്ന ഫസ്റ്റ് ടേം ആണ്, ഡി എന്ന് പറയുന്ന കോമൺ ഡിഫറൻസും ആണ്. അങ്ങനെയാണെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി ആണ്. ഇനി ആ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം xn ഈസ് ഈക്വൽ ടു an പ്ലസ് ബി ആണ്. ഇതില് ഈ എന്നിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത് ഇവിടെ ഈ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആയിരുന്നു. ഇതിൽ എന്നിന്റെ കോഎഫിഷ്യന്റ് ആണ് ഡി, അതിന് പകരം നമ്മൾ എ കൊടുത്തു. അപ്പൊ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഡി ആണ്. അതുപോലെ n ഇല്ലാത്ത സെക്കൻഡ് പാർട്ട് ആണ് എഫ് മൈനസ് ഡി. ആ എഫ് മൈനസ് ഡിക്ക് പകരമാണ് നമ്മൾ ബി കൊടുത്തത്. അപ്പോ ബി ഈസ് ഈക്വൽ ടു എഫ് മൈനസ് ഡി. തമ്മിൽ തെറ്റിപ്പോവരുത്. ഇത് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ്, ഇത് ജനറൽ ഫോം ആണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണിത്. ഇതെന്ന് പറയുന്നത് ജനറൽ ഫോം ആണ്. ജനറൽ ഫോം. ഒന്നാമത്തെ കാര്യം ഇതാണ്. അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. അതിന്റെ ജനറൽ ഫോം ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ ഈ എന്നിന്റെ കോഎഫിഷ്യന്റ് ഡിക്ക് പകരം നമ്മൾ എ എന്ന് കൊടുക്കുന്നു. n ഇല്ലാത്ത സെക്കൻഡ് പാർട്ട് അടുത്ത പാർട്ടിന് നമ്മൾ ബി എന്ന് കൊടുക്കുന്നു. അപ്പൊ ഇത് ജനറൽ ഫോം എന്തായി മാറും? an പ്ലസ് ബി എന്നാവും. a ഈസ് ഈക്വൽ ടു എഫ് ഡി ആണ്, b ഈസ് ഈക്വൽ ടു എഫ് മൈനസ് ഡി ആണ്. ഓർത്തിരിക്കുക. ഇനി അതിനുശേഷം നമ്മൾ പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ടേം ഡിഫറൻസ്. അതിന്റെ ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് അവയുടെ പൊസിഷൻ ഡിഫറൻസിന്റെയും കോമൺ ഡിഫറൻസിന്റെയും പ്രോഡക്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി അതുകൂടാതെ ഓൾജിബ്രൈക് എക്സ്പ്രഷന്റെ സമ്മിനെ കുറിച്ചാണ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അതിൽ ഒന്നാമത്തെ നമ്മൾ പഠിച്ചതാണ് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അതിന്റെ സം എന്ന് പറയുന്നത് s is equal to n into n plus 1 by 2 ആണ്. n into n plus 1 by 2. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 1 plus 2 plus 3 plus etc plus n, ഇതാണ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം. 1 plus 2 plus 3 plus etc plus n. ഇതിനെ നമുക്ക് ഈസ് ഈക്വൽ ടു n into n plus 1 by 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊരു ഫോമുലയാണ് നമ്മൾ പഠിച്ച. അപ്പോൾ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം 1 plus 2 plus 3 plus etc plus n ഈസ് ഈക്വൽ ടു n into n plus 1 by 2. ഇനി നാച്ചുറൽ നമ്പേഴ്സിന്റെ സം നമുക്ക് കിട്ടി. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഈവൻ നമ്പേഴ്സിന്റെയും ഓഡ് നമ്പേഴ്സിന്റെയും സം കൂടെ നമുക്ക് കാണാം. ഈവൻ നമ്പേഴ്സിന്റെ സം ഓഫ് ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പർ, അതിന്റെ സം എന്ന് പറയുന്നത് n into n plus 1 ആണ്. n into n plus 1. അപ്പോൾ ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 plus 4 plus 6 plus etc plus 2n. ഇതാണ് ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ഇത് ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത് etc അങ്ങനെ n വരെ വരും. അപ്പോൾ ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ടാണ് 2 4 6 etc 2n വരെ. അപ്പോൾ ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ നാച്ചുറൽ നമ്പേഴ്സ് ആണ് 2 4 6 etc 2n വരെ. അതിന്റെ സം എന്ന് പറയുന്നത് ഇതായിരിക്കും n into n plus 1. n into n plus 1 ആയിരിക്കും. അത് എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലായിടത്തും 2 കോമൺ ആണ്. 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ 2 into ഇത് പോയിട്ട് 1 plus 2 plus 3 plus
എക്സെട്രാ പ്ലസ് ഇവിടെ n വരും ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഈ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്രാ പ്ലസ് n എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 2 ക്യാൻസൽ ആയാൽ ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ആണ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം നമുക്കറിയാം. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. അതുപോലെ ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ആണ്. ഇനി അതുപോലെ ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് അതിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? n സ്ക്വയർ ആയിരിക്കും. 3 പ്ലസ് 5 പ്ലസ് എക്സെട്രാ പ്ലസ് 2n മൈനസ് 1 ഇതാണ് ഓഡ് നമ്പേഴ്സ്. 1 3 5 എക്സെട്രാ 2n മൈനസ് 1 ഇത്രതിന്റെ സം എന്ന് പറയുന്നത് n സ്ക്വയർ ആയിരിക്കും. n സ്ക്വയർ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 9 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 9 ഇതിന്റെ സം എന്ന് പറയുന്നത് ഇവിടുത്തെ എണ്ണം എത്രയാണെന്ന് നോക്കുക. എണ്ണം ഇത് 1 2 3 4 5 ടേംസ് ഉണ്ട്. 5ന്റെ സ്ക്വയർ 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 ആയിരിക്കും. 25 ആയിരിക്കും. അപ്പോൾ 1 3 5 7 9 അതിന്റെ സം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര ഉണ്ട്? 5 ടേംസ് ഉണ്ട്. അപ്പോൾ 5ന്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ 1 3 5 എക്സെട്രാ 2n മൈനസ് 1 ഇത് n ഓഡ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ n ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അവയുടെ സം എന്ന് പറയുന്നതായിരിക്കും n സ്ക്വയർ ആയിരിക്കും. അതേപോലെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 1 3 5 7 9 5 ഓഡ് നമ്പേഴ്സ് ആണ്. ആ 5 ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 5 സ്ക്വയർ. കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ് കേട്ടോ. കണ്ടിന്യൂസ് ആണ്. 5 സ്ക്വയർ ആണ്. 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. ഓക്കെ. ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിന്റെയും സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ വിക്ടേഴ്സ് ചാനലിൽ സാറ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. എന്തായാലും ആ ഫോർമുലയും കൂടെ നമുക്ക് പറയാം. അരിത്തമെറ്റിക് സീക്വൻസിന്റെ സം. അരിത്തമെറ്റിക് സീക്വൻസിന്റെ രണ്ട് ഫോർമുല ഉണ്ട്. ഒന്നാമത് എസ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 പ്ലസ് ബി എൻ. എയും ബിയും ഒക്കെ ആരാന്ന് നമുക്കറിയാം. കാരണം ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിന്റെയും ജനറൽ ഫോം നമ്മൾ പറഞ്ഞു. ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിന്റെയും ജനറൽ ഫോം എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി. അതിൽ എ ആരാന്ന് നമുക്കറിയാം, ബി ആരാന്ന് അറിയാം. എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ഡി ആണ്. ബി എന്ന് പറയുന്നത് എഫ് മൈനസ് ഡി ആണ്. ഇത്രയും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിന് രണ്ട് സം കണ്ടുപിടിക്കാൻ രണ്ട് ഫോർമുലകളുണ്ട്. ഒന്നാമത്തെ ഇതാണ് എസ് ഇസ് ഈക്വൽ ടു എ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 പ്ലസ് ബി എൻ. അതിൽ എയും ബിയും ആരാന്ന് നമുക്കറിയാം. കാരണം എന്താ? അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എ എൻ പ്ലസ് ബി ആണ്. അതിൽ എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്, ബി എന്ന് പറയുന്നത് എഫ് മൈനസ് ഡി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. അതുപോലെ രണ്ടാമത്തെ ഫോർമുല എസ് ഇസ് ഈക്വൽ ടു n ബൈ 2 ഇൻറ്റു x1 പ്ലസ് xn. ഇത് ഉപയോഗിക്കാൻ എളുപ്പം അരിത്തമെറ്റിക് സീക്വൻസിന്റെ എവിടം തൊട്ട് എവിടം വരെയുള്ള സം ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ടേം മുതൽ ലാസ്റ്റ് ടേം വരെയുള്ള എണ്ണവും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുലയാണ് നമുക്ക് എളുപ്പം. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെ സം കണ്ടുപിടിക്കാൻ രണ്ട് ഫോർമുല. ഒന്ന് എസ് ഇസ് ഈക്വൽ ടു എ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 പ്ലസ് ബി എൻ. രണ്ടാമത്തത് എസ് ഇസ് ഈക്വൽ ടു n ബൈ 2 ഇൻറ്റു x1 പ്ലസ് xn. അപ്പോൾ സം എസ് ഇസ് ഈക്വൽ ടു എ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 പ്ലസ് ബി എൻ ആണ്. ഇതിൽ നമ്മൾ അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എ ബൈ 2 n ഇൻറ്റു n സ്ക്വയർ പ്ലസ് എ ബൈ 2 n പ്ലസ് ബി എൻ എന്ന് കിട്ടും. ഈ എ ബൈ 2 അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, മൾട്ടിപ്ലൈ. അപ്പോൾ എ ബൈ 2 n സ്ക്വയർ പ്ലസ് എ ബൈ 2 n പ്ലസ് ബി എൻ എന്ന് കിട്ടും. ഇതിൽ അപ്പോൾ അതായത് n സ്ക്വയർ മാത്രം. അപ്പോൾ എ ബൈ 2 n സ്ക്വയർ പ്ലസ് ഇവിടെ n രണ്ടിടത്തുനിന്നും കോമൺ എടുക്കുന്നു, n പോയിട്ട് ഇവിടെ എ ബൈ 2 പ്ലസ് ബി. അപ്പോൾ ഇവിടെ n സ്ക്വയർ ഉള്ള ഒരു ടേമും n ഉള്ള വേറൊരു ടേമും ഉണ്ട്. ഈ n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എ ബൈ 2 ആണ്. അതിന് തൽക്കാലം നമ്മൾ പി എന്ന് വിളിക്കും. അപ്പോൾ പി n സ്ക്വയർ പ്ലസ് ഈ n ന്റെ കോഎഫിഷ്യന്റ് q എന്ന് വിളിക്കുന്നു, q n.
അപ്പോൾ പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ എന്ന് കിട്ടി. യെസ് യെസ്, പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ. ഓക്കെ, അതിൽ പി എന്ന് പറയുന്നത് പി ഈസ് ഈക്വൽ ടു എ ബൈ 2 ആണ്. അതുപോലെ ക്യു എന്ന് പറയുന്നത് എ ബൈ 2 പ്ലസ് ബി 1. ഇത് ഓർത്ത് വെക്കണം, നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അത്യാവശ്യം. എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 25 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ. ചുവടെ കൊടുത്തിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ ഓരോന്നിലും ആദ്യത്തെ 25 ടേംസിന്റെ സം കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 11, 22, 33 എക്സെട്ര. അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ അരിത്തമെറ്റിക് സീക്വൻസിലും ഫസ്റ്റ് 25 ടേംസിന്റെ സം കണ്ടുപിടിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, 11, 22, 33 എക്സെട്ര. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 11 ആണ്. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അറിയാം, സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുന്നതാണ്. അപ്പോൾ 22 മൈനസ് 11 ഈസ് ഈക്വൽ ടു 11. അപ്പോൾ ഫസ്റ്റ് ടേമും 11 ആണ്, കോമൺ ഡിഫറൻസും 11 തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ജനറൽ ഫോം കണ്ടുപിടിക്കാം. അപ്പോൾ ജനറൽ ഫോം അല്ലെങ്കിൽ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എക്സ് എൻ ഈസ് ഈക്വൽ ടു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണ്. ഈസ് ഈക്വൽ ടു ഡി. അപ്പോൾ 11n പ്ലസ് എഫ് 11 ആണ്, 11 മൈനസ് ഡിയും 11 തന്നെ. ഈസ് ഈക്വൽ ടു 11n പ്ലസ് 0 എന്ന് കിട്ടും. 11n പ്ലസ് 0. ഇതിൽ നിന്ന് എ എന്ന് പറയുന്നത്, അപ്പോൾ എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി ഫോമിലാണ്. അപ്പോൾ എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി ആണ് ജനറൽ ഫോം. അതിൽ എ ആണ് എന്നിന്റെ കോഎഫിഷ്യന്റ്, ബി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ therefore ഇവിടെ എ ഈസ് ഈക്വൽ ടു 11, ബി ഈസ് ഈക്വൽ ടു 0. എ 11 എന്നും കിട്ടി, ബി എന്ന് പറയുന്നത് 0 എന്നും കിട്ടി. ഇനി ഫസ്റ്റ് 25 ടേംസിന്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n ഈസ് ഈക്വൽ ടു 25 ആണ്. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു എ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 പ്ലസ് ബി എൻ. അപ്പോൾ എ എത്ര ഇവിടെ 11 ആണ്, എയുടെ വാല്യൂ 11. അപ്പോൾ 11 ഇൻറ്റു n എന്ന് പറയുന്നത് 25. അപ്പോൾ 25 ഇൻറ്റു n പ്ലസ് 1 26 ബൈ 2 പ്ലസ് ബി, ബിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു n 25. അപ്പോൾ ഈസ് ഈക്വൽ ടു ഇത് 11 ഇൻറ്റു 25 ഇൻറ്റു 26 2 ആയിട്ട് ക്യാൻസൽ ചെയ്ത് അത് 13 കിട്ടും. പ്ലസ് ഇത് 0 ഇൻറ്റു 25 0. ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ 25 ഇൻറ്റു 11 5 2 5 2 275. ഇനി 275 ഇൻറ്റു 13 അപ്പോൾ 3575 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 3575 എന്ന് കിട്ടും ആൻസർ. അപ്പോൾ ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. 11 ഇൻറ്റു 25 ഇൻറ്റു 13 അപ്പോൾ ഈസ് ഈക്വൽ ടു 3575 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, ചെയ്ത് ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യും. ഫോർത്ത് ക്വസ്റ്റ്യൻ 19, 28, 37 etc. 19, 28, 37 etc. കഴിഞ്ഞ കണക്കിൽ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ടേം എഫ് ഇസ് ഈക്വൽ ടു 19, കോമൺ ഡിഫറൻസ് ഡി ഇസ് ഈക്വൽ ടു 28 മൈനസ് 9 19 ഇസ് ഈക്വൽ ടു 9 കിട്ടും. അപ്പോൾ എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോൾ ഡി 9n പ്ലസ് എഫ് 19 മൈനസ് ഡി 9 is equal to 9n plus 19 minus 9 10. അപ്പോൾ xn is equal to 9n plus 10 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് a is equal to 9n,
ബി ഈസ് ഈക്വൽ ടു 10 എന്നും കിട്ടി. അപ്പോൾ എയുടെ വാല്യൂ 9 എന്നും ബിയുടെ വാല്യൂ 10 എന്നും കിട്ടി. ഇനി ഫസ്റ്റ് 25 ടേംസിന്റെ സം ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ n ഈസ് ഈക്വൽ ടു 25. അപ്പോൾ n ഈസ് ഈക്വൽ ടു 25 ആണ് സം കണ്ടുപിടിക്കുന്നത്. എ n into n plus 1 by 2 plus b n. a എന്ന് പറഞ്ഞാൽ 9, എയുടെ വാല്യൂ 9 ആണ്. അപ്പോൾ 9 into n 25. അപ്പോൾ 25 into n plus 1 26 by 2 plus b എന്ന് വെച്ചാൽ 10 ആണ്. അപ്പോൾ 10 into n 25. അപ്പോൾ ഈസ് ഈക്വൽ ടു 26 ഉം 2 കൂടെ ക്യാൻസൽ. അപ്പോൾ 9 into 25 into 30 പ്ലസ് ഇത് 10 into 25 250. ഇതും ഇത്രയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈസ് ഈക്വൽ ടു 9 into 30. അപ്പം 25 into 170 plus 250 എന്ന് കിട്ടും. അപ്പോൾ 13 into 9 170. 9 അപ്പോൾ 13 into 9 170. 170നും 25 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 117 into 25. അപ്പോൾ 2925 പ്ലസ് 250 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു ആഡ് ചെയ്യും. അപ്പോൾ 5 7 3175 എന്ന് കിട്ടും. 3175 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. What is the difference between the sum of the first 20 terms and the next 20 terms of the arithmetic sequence 6, 10, 14, etc.? അപ്പോൾ 6, 10, 14, etc. എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മും നെക്സ്റ്റ് 20 ടേംസിൻ്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതാണ് ചോദ്യം. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ഇതാണ്. അരിത്തമെറ്റിക് സീക്വൻസ് 6, 10, 14, etc. ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസ് 6, 10, 14, etc. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് 10 ടേംസിന്റെ ഫസ്റ്റ് 20 ടേംസിന്റെയും നെക്സ്റ്റ് 20 ടേംസിന്റെയും സം എത്രയാണെന്നാണ് ചോദിച്ചത്. സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഇതാന്ന് പറയാം. അരിത്തമെറ്റിക് 6, 10, 14, etc. എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് 20 ടേംസിന്റെയും നെക്സ്റ്റ് 20 ടേംസിന്റെയും സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഫസ്റ്റ് 20 ടേംസ് എടുക്കുന്നു. ഫസ്റ്റ് 20 ടേംസ് ഇങ്ങനെ x1, x2, x3, etc. x20 ഇതാണ് ഫസ്റ്റ് 20 ടേംസ്. x20 അടുത്ത 20 ടേംസ് എന്ന് പറഞ്ഞാൽ x21, x22, x23, etc. x40. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് 20 ടേംസ് x1, x2, x3, etc. x20യും നെക്സ്റ്റ് 20 ടേംസ് x21, x22, x23, etc. x40 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഈ രണ്ട് ഫസ്റ്റ് 20 ടേംസും നെക്സ്റ്റ് 20 ടേംസും ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ x1 ഉം x21 ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? x1 ഉം x21 ഉം തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇത് രണ്ടിന്റെ ടേം ഡിഫറൻസ് ആണ്. അപ്പോൾ ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. നമുക്കറിയാവുന്ന ടേം ഡിഫറൻസ് ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. അപ്പോൾ ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 4 ആണ്. കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പോൾ നോക്കാം, ഇത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് 20 ടേംസ് ആണ് x1, x2, x3, etc. x20. നെക്സ്റ്റ് 20 ടേംസ് ആണ് x1, x22, x1, x21, x22, x23, etc. x40 എന്നിരിക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? അപ്പോൾ അത് x1 ഉം x21 രണ്ട് ടേംസുകളാണ്. ആ ടേമുകളുടെ ഡിഫറൻസ് എടുക്കുക.
ടേമുകളുടെ ഡിഫറൻസ്, ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് ഏതൊക്കെയാണ്? 21 ഉം 1 ആണ് പൊസിഷൻ. അപ്പോൾ 21 മൈനസ് 1, 21 മൈനസ് 1 അതാണ് പൊസിഷൻ. പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് ഡി ആണ് കോമൺ ഡിഫറൻസ്. ഈസ് ഈക്വൽ ടു 21 മൈനസ് 1 20. ഇപ്പോൾ 20 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര? 4 ആണ്. ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 4 80. അപ്പോൾ ഈ രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 80 എന്ന്. ഓക്കെ, ഇനി അടുത്ത x2 x22 എടുക്കുന്നു. ഇതുപോലെ തന്നെ, ഇതുപോലെ എടുക്കുമ്പോൾ ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് 22 മൈനസ് 2 എത്ര കിട്ടും? 20 കിട്ടും. 20 ഇൻറ്റു കോമൺ ഡിഫറൻസ് 4 എന്ന് കിട്ടും. അത് എത്ര തന്നെ വരും? 80 എന്ന് വരും. അടുത്തത് 3 23, 323 x3 x23 ഈ ടേമുകളുടെ ഡിഫറൻസ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 23 മൈനസ് 3 20 വരും. അപ്പോൾ 20 ഇൻറ്റു കോമൺ ഡിഫറൻസ് 4. അപ്പോൾ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 80 എന്ന് വരും. എക്സെട്ര ഇങ്ങനെ അങ്ങ് പോയി x20 x40 ഈ ടേമുകളുടെ ഡിഫറൻസ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 40 മൈനസ് 20 20 തന്നെ, കോമൺ ഡിഫറൻസ് 4. അപ്പോൾ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 80 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഈ ഡിഫറൻസുകൾ എല്ലാം കൂടെ കൂട്ടിയെടുത്താൽ മതി. എന്ന് വെച്ചാൽ 80 പ്ലസ് 80 പ്ലസ് 80 പ്ലസ് എക്സെട്ര പ്ലസ് 80 എത്ര വരും? 20 ടൈംസ് വരും. ദെയർഫോർ ഡിഫറൻസ്, സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 80 ഇൻറ്റു 20 ഈസ് ഈക്വൽ ടു 1600 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 6, 10, 14 എക്സെട്ര എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസ്, ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് 20 ടേംസിന്റെയും നെക്സ്റ്റ് 20 ടേംസിന്റെയും സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഫസ്റ്റ് 20 ടേംസ് x1 മുതൽ x20 വരെയും നെക്സ്റ്റ് 20 ടേംസ് x21 മുതൽ x40 വരെയും നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഇത് എടുത്തെടുത്ത് നോക്കിയാൽ മതി. ടേമുകളുടെ ഡിഫറൻസ് എന്താ? ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ x21 മൈനസ് x1 അതിന് 21 മൈനസ് 1 ഇൻറ്റു ഡി. ഇപ്പോൾ പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. അപ്പോൾ ഈസ് ഈക്വൽ ടു 80 എന്ന് കിട്ടും. ഇതിൽ ഓരോന്നിൻ്റെയും ഡിഫറൻസുകൾ എന്ത് കിട്ടും? 80 എന്ന് വരും. ഈ 80കളെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 80 ഇൻറ്റു 20 ടൈംസ് വരും. 80കളെല്ലാം കൂടെ ആഡ് ചെയ്താൽ 80 ഇൻറ്റു 20 ഈസ് ഈക്വൽ ടു 1600 എന്ന് കിട്ടും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. Calculate the difference between the sums of first 20 terms of the arithmetic sequence 6, 10, 14 and 15, 19, 23 etc. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അല്ല, രണ്ട് അരിത്തമെറ്റിക് സീക്വൻസുകളുടെ ആദ്യത്തെ 20 ടേംസുകളുടെ സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് രണ്ടെണ്ണം ഇതാണ്. ഇതാണ് രണ്ടാമത്തെ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഫസ്റ്റ് അരിത്തമെറ്റിക് സീക്വൻസ് 6, 10, 14 എക്സെട്ര എന്ന് പറഞ്ഞ ഫസ്റ്റ് അരിത്തമെറ്റിക് സീക്വൻസ്. സെക്കൻഡ് അരിത്തമെറ്റിക് സീക്വൻസ് 15, 19, 23 എക്സെട്ര. ഈ രണ്ട് അരിത്തമെറ്റിക് സീക്വൻസുകളുടെയും ഫസ്റ്റ് 20 ടേംസുകളുടെ സം കണ്ടുപിടിക്കുക, അതിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഈ ഫസ്റ്റ് അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ടേം കിട്ടുന്നത്. സെക്കൻഡ് അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് കിട്ടുന്നത് 6 പ്ലസ് 9 ഈസ് ഈക്വൽ ടു 50. ഓക്കെ, അതുപോലെ അടുത്തതിനകത്ത് ഇതുപോലെ 10 പ്ലസ് 9 ഈസ് ഈക്വൽ ടു 90, 14 പ്ലസ് 9 ഈസ് ഈക്വൽ ടു 23. അപ്പോൾ എക്സെട്ര 20th ടൈമിലും അതേ ഇത് തന്നെയായിരിക്കും വരുന്നത്. ഒന്നുകൂടെ പറയാം, ഈ ഫസ്റ്റ് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും സെക്കൻഡ് അരിത്തമെറ്റിക് സീക്വൻസ് സെക്കൻഡ് ടൈം എടുക്കുക. ഈ ഫസ്റ്റ് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടൈമിന്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ഫസ്റ്റ് ടൈം കിട്ടുക. അപ്പോൾ 6 പ്ലസ് 9 ഈസ് ഈക്വൽ ടു 15. സെക്കൻഡ് ടൈമിൽ അതേ പ്രത്യേകതയുണ്ട്. 10 പ്ലസ് 9 ഈസ് ഈക്വൽ ടു 19, 14 പ്ലസ് 9 ഈസ് ഈക്വൽ ടു 23. അപ്പോൾ അടുത്ത ടൈമുകളിലും ഈ 9 ആഡ് ചെയ്ത് തന്നെ പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വരും? 9 പ്ലസ് 9 പ്ലസ് 9 പ്ലസ് എക്സെട്ര 9 എത്ര? 20 ടൈംസ്, 20 തവണ. ഫസ്റ്റ് 20 ടേംസിന്റെ ഇവിടെ ഒന്നാമത്തെ 9, രണ്ടാമത്തെ, മൂന്നാമത്തെ എക്സെട്ര അങ്ങനെ 20ാമത്തെ
9 വരെ വരും, 9 വരെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 20 ഈസ് ഈക്വൽ ടു 180 ആയിരിക്കും ഡിഫറൻസ്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. Find the sum of all three digit numbers which are multiple of 9. 9ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെയും സം കണ്ടുപിടിക്കുക. ഫൈൻഡ് സം ഓഫ് ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 9. 9ന്റെ മൾട്ടിപ്പിൾസ് വരുന്ന എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെയും സം. അപ്പോൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് എവിടെ തൊട്ടാണ് വരുന്നത്? 100 മുതൽ 999 വരെയുണ്ട് 3 ഡിജിറ്റ് നമ്പേഴ്സ്. 3 ഡിജിറ്റ് നമ്പേഴ്സ് 100 മുതൽ 999 വരെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഇപ്പോൾ 99 9ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്കറിയാം. 99 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 99 100ന് താഴെ, 100ന് മുമ്പാണ്. അപ്പോൾ 100ന് ശേഷം വരുന്ന ഫസ്റ്റ് ടേം ആരായിരിക്കും? 99ന്റെ കൂടെ 9 ആഡ് ചെയ്യും, അപ്പോൾ 108 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടേം x1 ഈസ് ഈക്വൽ ടു 108. ഇതെന്ന് പറയുന്നത് xn ആണ്. xn ഈസ് ഈക്വൽ ടു 999 എന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ലാസ്റ്റ് നമ്പർ 999 ആണ്, ഫസ്റ്റ് നമ്പർ 108 ആണ്. അപ്പോൾ ഈ 108 മുതൽ 999 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. എത്ര 9ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്ന് കൂടെ കാണും. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഇപ്പോൾ ടേം ഡിഫറൻസ്, ഈ രണ്ട് ടേമുകളുടെ ഡിഫറൻസ് എടുക്കുന്നു. അപ്പോൾ ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. അപ്പോൾ ടേം ഡിഫറൻസ് അതായത് 999 മൈനസ് 108 ഈസ് ഈക്വൽ ടു, അപ്പോൾ ടേമുകളുടെ ഡിഫറൻസ് എടുത്തു 999 മൈനസ് 108 ഈസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ്. ഇവയുടെ പൊസിഷനുകൾ ഇത് എന്നും ഇത് 1 ആണ്. അപ്പോൾ പൊസിഷൻ n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 9ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 9. അപ്പോൾ 9 ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 891 ഈസ് ഈക്വൽ ടു n-1 ഇൻറ്റു 9. 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ n-1 ഈസ് ഈക്വൽ ടു 891 ബൈ 9. അപ്പോൾ ഈസ് ഈക്വൽ ടു 99. അപ്പോൾ n-1 ഈസ് ഈക്വൽ ടു 99 കിട്ടി. therefore n ഈസ് ഈക്വൽ ടു 99 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 100. അപ്പോൾ 108 മുതൽ 999 വരെ 100 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. 9ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള 100 നമ്പേഴ്സ്. അപ്പോൾ 100 മുതൽ 999 വരെ ഉള്ള 3 ഡിജിറ്റ് നമ്പേഴ്സിൽ 9ന്റെ മൾട്ടിപ്പിൾസ് ഫസ്റ്റ് ടൈം 108 ആണ്, ലാസ്റ്റ് ടൈം 999 ആണ്. അപ്പോൾ 108 മുതൽ 999 വരെ 100 9ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള 100 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ സം കണ്ടുപിടിക്കും. അപ്പോൾ സം ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കൂ, n ഉണ്ട്, നമ്പർ എത്ര എണ്ണമെന്നുണ്ട്, ഫസ്റ്റ് ടേം ഉണ്ട്, ലാസ്റ്റ് ടേം ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫോമിലേക്ക് വയ്ക്കാം. s ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn ഈസ് ഈക്വൽ ടു 100/2 ഇൻറ്റു x1 108 പ്ലസ് 999 ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു രണ്ടും കൂടെ കൂട്ടിയത്. അപ്പോൾ 50 ഇൻറ്റു 1107 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 55,350 എന്ന് കിട്ടും അതിൻ്റെ സം. 55,350. ഓക്കെ, ചെയ്തത് മനസ്സിലായല്ലോ. അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. The expression for the sums to n terms of the arithmetic sequences are given below. Find the expression for the nth term of each. അപ്പോൾ കുറേ അരിത്തമെറ്റിക് സീക്വൻസുകളുടെ n ടേംസിൻ്റെ സം, ആ സമ്മിൻ്റെ എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. ആ എക്സ്പ്രഷനിൽ നിന്ന് ആ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേമുകൾ കണ്ടുപിടിക്കാം. അപ്പോൾ തന്നിരിക്കുന്നത് nth അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മുകളുടെ എക്സ്പ്രഷനാണ്, ഓൾജിബ്രൈക്ക് എക്സ്പ്രഷനാണ് തന്നിരിക്കുന്നത്. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മുകളുടെ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് nth ടേം കണ്ടുപിടിക്കാം. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ടേമുകളുടെ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ nth ടേം കണ്ടുപിടിക്കാം. അപ്പോൾ
ഇവിടെ Sn ഈസ് ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് 2n ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ n സ്ക്വയർ പ്ലസ് 2n എന്ന് പറയുന്നത് ഏതോ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷനാണ്. സമ്മുകളുടെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ വ്യക്തതയാണ്. അപ്പോൾ സമ്മുകളുടെ ഓൾജിബ്രൈക് എക്സ്പ്രഷനാണ് n സ്ക്വയർ പ്ലസ് 2n. അതിൽ നിന്ന് ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ nth ടേം നമ്മൾ കണ്ടുപിടിക്കണം. ടേമിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷനിലേക്ക് നമ്മൾ വരണം. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ ഒരു കാര്യം ഓർക്കുക. SI is equal to A n into n plus 1 by 2 plus BN. ഇതായിരുന്നു അരിത്തമെറ്റിക് സീക്വൻസിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇതിൽ നിന്ന് നമ്മൾ S is equal to Pn square plus Qn എന്ന് നമ്മൾ എഴുതി. Pn square plus Qn എന്ന് എഴുതി. അതിൽ P is equal to A by 2, Q is equal to A by 2 plus B യും ആണ്. ഇത്രയും കാര്യം നമുക്ക് വേണ്ടത്. അപ്പോൾ S is equal to A n into n plus 1 by 2 plus Bn. അതാണ് അരിത്തമെറ്റിക് സീക്വൻസിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല. അതിൽ നിന്ന് നമ്മൾ അതിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷനായ S is equal to Pn square plus Qn ൽ വന്നു. അതിൽ P is equal to A by 2, Q is equal to A by 2 plus B യുമാണ്. ഇത്രയും കാര്യം ഓർത്തുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് Sn is equal to Pn square plus Qn എന്ന് പറയുന്ന ഫോർമുലയാണ്. ഇവിടെ Sn is equal to Pn square plus Qn എന്ന് പറയുന്ന ഫോർമുലയാണ്. അതിൽ നിന്ന് നമുക്ക് എന്താ പറയാം, P is equal to 1 എന്ന് കിട്ടും, Q is equal to 2 എന്ന് കിട്ടും. Pയുടെ വാല്യൂ 1 ഉം Qന്റെ വാല്യൂ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ Sn is equal to n square plus 2n. അത് ഇവിടെ Pn square plus Qn എന്ന് പറയുന്ന ഫോർമുലയിലാണ്. Sn is equal to Pn square plus Qn ആ ഫോർമുലയിലാണ്. therefore n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് രണ്ടിടത്തും ഒരുപോലെ. therefore P is equal to 1, n ന്റെ കോഎഫിഷ്യന്റ് ഇപ്പോൾ Q is equal to 2. അപ്പോൾ P is equal to 1 Q is equal to 2 എന്ന് കിട്ടും. അതിൽ നിന്ന് Xn is equal to An plus B. ഇതാണ് Xn is equal to An plus B. ഇതാണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. അരിത്തമെറ്റിക് സീക്വൻസിന്റെ ടേമിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ് Xn is equal to An plus B. അതിൽ എയും ബിയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ P എന്ന് പറയുന്നത് 1 ആണ്. P എന്ന് പറയുന്നത് ആരാ? A by 2 ആണ്. therefore A by 2 is equal to 1. അതുപോലെ Q എന്ന് പറയുന്നത് 2 ആണ്. Q എന്ന് പറയുന്നത് A by 2 plus B is equal to 2. A by 2 1 ആണെങ്കിൽ ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ therefore A is equal to 1 into 2 2 എന്ന് കിട്ടും. അതുപോലെ A by 2 1 ആണ്. ആ 1ന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 1 plus B is equal to 2. അപ്പോൾ B is equal to ഈ 1 അപ്പുറത്തേക്ക് വന്നു 2 minus 1 B is equal to 1 എന്ന് കിട്ടും. B is equal to 1. അപ്പോൾ Aയുടെ വാല്യൂ 2 എന്നും കിട്ടി. therefore A is equal to 2, B is equal to 1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ, അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ Xn is equal to An plus B. A എത്ര 2 ആണ്. അപ്പോൾ 2n plus B എന്ന് പറയുന്നത് എത്ര 1 ആണ്. 1. അപ്പോൾ ഓൾജിബ്രൈക് എക്സ്പ്രഷന്റെ ടേമിന്റെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ടേമിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇതിന്റെ തന്നെ ഫോർത്ത്. S is equal to 2n square minus n. S is equal to 2n square minus n. നോക്കൂ, ഇതേ രൂപത്തിലാണെങ്കിൽ ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ ഇവിടെയും കൂടെ എന്ത് ചെയ്യണം, പ്ലസ് ആക്കി എഴുതണം. അപ്പോൾ ഈസ് ഈക്വൽ ടു 2n square plus minus n. അപ്പോൾ അതിൽ നിന്ന് P is equal to 2, Q is equal to minus 1. P is equal to 2, Q is equal to minus 1. അപ്പോൾ P എന്ന് പറയുന്നത് A by 2 ആണ്. അപ്പോൾ A by 2 is equal to 2. അതുപോലെ Q എന്ന് പറയുന്നത് A by 2 plus B, അത് is equal to minus 1. A by 2 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഇതിന് മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ therefore A is equal to 2 into 2 4. ഇനി A by 2ന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ ഇവിടെ 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 2 plus B is equal to minus 1. 2 ഇവിടെ ആഡ് ചെയ്യുക, അപ്പോൾ വരുമ്പോൾ സബ്ട്രാക്ട് ആണ്. അപ്പം B is equal to minus 1, ഇത് minus 2, ഇത് is equal to minus 3 എന്ന് കിട്ടും. അപ്പോൾ therefore A is equal to 4, B is equal to minus 3. എയുടെ വാല്യൂ 4 എന്നും കിട്ടും, ബിയുടെ വാല്യൂ minus 3 എന്നും കിട്ടും. ഇനി Xn is equal to
എ എൻ പ്ലസ് ബി. എയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ 4n പ്ലസ് ബി, ബിയുടെ വാല്യൂ -3, ഇത് -3 ഈസ് ഈക്വൽ ടു 4n മൈനസ് 3 എന്ന് കിട്ടും. 4n മൈനസ് 3. അപ്പോൾ അതിനകത്ത് ഇനി ഒരു 3 കണക്കൂടെ അതിനകത്തുണ്ട്, അതും കൂടി നിങ്ങൾ ചെയ്യണം. പലരും ഈ വീഡിയോ നന്നായി കാണുന്നില്ല. നിങ്ങളത് നന്നായി കാണണം. കാണുന്നത് അതുപോലെ തന്നെ നന്നായി ചെയ്തുകൂടി ശീലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. എന്തായാലും ഈ വീഡിയോസ് നന്നായിട്ട് കാണുക. സംശയമുള്ള ഭാഗങ്ങൾ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കണം. ഓക്കെ, ശരി.